നമുക്ക് ഷെൽഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ ഇപ്പൊ നമ്മുടെ ഇല്ല. അപ്പം ഇങ്ങനെയല്ലേ സ്വന്തം ഭർത്താവിന് അവാർഡിന്റെ രൂപത്തിൽ കിട്ടിയ അംഗീകാരങ്ങളെല്ലാം കുട്ടികളെടുത്ത് ചീത്തയാക്കാതിരിക്കാൻ വേണ്ടി ചാക്കിൽ കയറ്റി കട്ടിലിനടിയിൽ തട്ടിയ രേണുസുതിയാണ് ഇന്നും സോഷ്യൽ മീഡിയയിലെ താരം. ഞാൻ ഒന്നേന്നും പറഞ്ഞ് തുടങ്ങേണ്ട കാര്യമൊന്നുമില്ലല്ലോ, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇന്നലെ നമ്മുടെ രേണുസുതി ഒരു ഓൺലൈൻ മീഡിയയുടെ ഫ്രണ്ടിൽ നിന്ന് ഈ ഒരു ചാക്കിൽ അവാർഡുകൾ കയറ്റി കട്ടിലിനടിയിൽ തട്ടിയതിനെ ചൊല്ലി ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടതാണ്. എന്നാൽ ഇന്നലെ തന്നെ ഈ രേണുസുതി വേറൊരു ചാനലിലും കൂടെ ഒരു ബൈറ്റ്, അതായത് കുറച്ച് കാര്യങ്ങൾ ആ ഒരു ചാനലിൽ വന്ന് പറയുന്നുണ്ടായിരുന്നു. അത് ചിലപ്പോൾ നിങ്ങൾ ഭൂരിഭാഗം ആളുകളും കണ്ടു കാണാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത് നിങ്ങളെ ഒന്ന് കാണിക്കാം. കൂടാതെ വേറെ കുറച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോകളും കൂടെ രേണുസുതി റിലേറ്റ് ചെയ്ത് എനിക്ക് നിങ്ങളെ ഒന്ന് കാണിക്കാനുണ്ട്. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നൊരു വ്യക്തിയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ വീഡിയോയ്ക്കൊരു ലൈക്കൊക്കെ തരിക. ഇനി അവാർഡുകൾ ചാക്കിൽ കയറ്റി കട്ടിലിനടിയിൽ തട്ടിയതിനെ പറ്റി രേണുസുതി പറയുന്നത്. ഈ അവാർഡ് പ്രശ്നം ഞാൻ ഇന്നലെയാണ് അറിയുന്നത്. ഞാൻ കണ്ടില്ല. രാവിലെ വീട്ടിൽ നിന്ന് വിളിച്ച് കൂട്ടുകാരെ വിളിച്ച് പറയായിരുന്നു, വീട്ടുകാരും വിളിച്ച് പറഞ്ഞു. രേണു തന്നെയാണോ അവാർഡ് പറയാം ഞാനിത് പറയാം. സത്യം പറഞ്ഞാൽ നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ആ വീട്ടില് ഷെൽഫ് കാര്യങ്ങൾ നമുക്ക് അത് ഡ്രില്ലിംഗ് മെഷീൻ വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ആണി അടിച്ച് വെക്കാൻ പറ്റില്ല, ജിപ്സം പ്ലാസ്റ്ററോ അങ്ങനെ എങ്ങാണ്ട് പറയുന്നത്. അപ്പൊ അതിനകത്ത് ആണി അടി നമുക്ക് ഷെൽഫ്. അടുത്ത ചാനലിൽ വന്ന് കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ വേറെ പ്രശ്നത്തിലാണ് തുടങ്ങുന്നത്. അതായത് ജിപ്സം ആണ് മൊത്തത്തിൽ വീട്, അതുകൊണ്ട് തന്നെ ആണി അടിക്കാൻ പറ്റൂല. അപ്പം അതൊക്കെയാണ് പ്രശ്നത്തിൻ്റെ തുടക്കം, അല്ലെങ്കിൽ ആ അവാർഡൊക്കെ കട്ടിലടി തട്ടിയതിനുള്ള ഒരു തുടക്കം. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അടുത്ത ചാനലിൽ കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ തുടക്കം ഇതാണ്. ആണി അടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ബാക്കി കേക്ക് നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ ഇപ്പം നമ്മുടെ ഇല്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴത്തേന് കുഞ്ഞാണെങ്കിൽ ഋതപ്പന് കുട്ടിക്കളിയുടെ പ്രായം, അവൻ ഈ അവാർഡും കാര്യങ്ങളും ഫോൺ എല്ലാം എടുത്ത് അവൻ പാത്ത് വെച്ച് കളിക്കാനാണ്. അപ്പം ഞാൻ എന്നാ ചെയ്യുന്നറിയോ, എനിക്ക് കിട്ടുന്ന ബാഗിനകത്തുനിന്ന് എടുത്ത് അങ്ങോട്ട് വെക്കും. കയറി വരുമ്പോൾ ആ തിണ്ണലോട്ട് വന്നിട്ട് ബാഗിൽ നിന്ന് എടുത്ത് അവിടെ വെക്കും. ആ കരിമിഴി കണ്ണാലേൻ്റെ അതിൻ്റെയൊക്കെ അവാർഡുകളാണ് അവിടെ ഞാൻ വെച്ചേക്കുന്നത്. സുധിച്ചേട്ടൻ്റെ അവാർഡ് അവിടുന്ന് മാറ്റിയെടുത്ത് ചാക്കിലിട്ടതല്ല. എൻ്റെ അവാർഡ് ഞാൻ അവിടെ വെച്ചത് ബാഗിൽ നിന്ന് വെള്ളമെടുത്ത് പോയിട്ട് ഇവിടെയൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ അങ്ങോട്ട് എടുത്ത് വെക്കുന്നു. സുധിച്ചേട്ടൻ്റെ അവാർഡുകൾ കുറേ ഉണ്ട്, പകുതിയും കൊല്ലത്താണ്. അപ്പം ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പപ്പാട് പറഞ്ഞു, പപ്പ ഇപ്പം നമുക്ക് എടുത്ത് ഇവിടെ കുഞ്ഞെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കത്തില്ല. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, പൈസയൊക്കെ കഴിഞ്ഞ് ഷെൽഫ് വെക്കാം. ഷെൽഫ് വെച്ചിട്ട് നമുക്ക് അതെല്ലാം എടുത്ത് നിരത്തി വെക്കാം. അപ്പൊ എന്റെ റൂമിൽ സ്ഥലമൊന്നുമില്ല, ഒരു കുഞ്ഞ്. അപ്പൊ ആരാണ്ടൊക്കെ ചോദിക്കുന്ന കേട്ടോ അലമാര. ഓക്കെ ബാക്കി നമുക്ക് കേൾക്കാം. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇന്നലെ മറ്റൊരു ചാനലിൽ നമ്മുടെ രേണു കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടു. മറ്റേ എന്താണ്, ഷൂട്ടിന് പോകുമ്പോഴൊക്കെ അവാർഡ് കിട്ടിയിട്ട് അവാർഡും കൊണ്ട് വന്ന് വെക്കുമ്പോഴും, അല്ലെങ്കിൽ ഷൂട്ടിന് പോയിട്ടൊക്കെ വന്നിട്ട് നേരെ ബാഗിൽ നിന്ന് എടുത്ത് അങ്ങോട്ടേക്ക് വെക്കുന്നതാണ്. ഞാൻ അപ്പം തന്നെ ആ ഒരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഷൂട്ടിനൊക്കെ പോകുമ്പം അവാർഡ് കൊണ്ടാണോ പോകുന്നതെന്ന്. പോട്ടെ, ഇപ്പോഴും പറയുന്ന കേട്ടല്ലോ. ചേച്ചി നേരെ വന്ന് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് നേരെ ബാഗിൽ നിന്ന് എടുത്ത് അങ്ങോട്ടേക്ക് വെക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് പോകും. പക്ഷെ സുധിച്ചേട്ടൻ്റെയൊക്കെ എടുത്ത് ഭദ്രമായിട്ടല്ല എടുത്ത് കട്ടിലിനടിയിൽ വെച്ചു. പക്ഷേ ഇതൊക്കെ പറയുന്ന രേണുസുതിയോട് എൻ്റെ ഒരു സംശയമാണ്. രേണുസുതി ഈ ഡെയിലി പോയിട്ട് വരുമ്പം രേണുസുതിക്ക് എന്താ അവാർഡും കൊണ്ടാണോ രേണുസുതി വരുന്നത്? കടയിൽ നിന്ന് മേടിക്കുന്ന മാങ്ങ വല്ലതും ഈ ഡെയിലി പോയിട്ട് വരുമ്പോൾ? അല്ലല്ലോ. എപ്പോഴെങ്കിലും ഒക്കെ ഒരു 2-3 അല്ലെങ്കിൽ ഒരു 6 അവാർഡ് കണ്ട് മൊത്തത്തിൽ കിട്ടിയല്ലേ. എന്താണ്ടൊക്കെയോ കാണിച്ചിട്ടൊരു 6 അവാർഡ്, ബെസ്റ്റ് ഇൻഫ്ലുവൻസർ അവാർഡൊക്കെ. സോ ബെസ്റ്റ് ഇൻഫ്ലുവൻസർ ആയിക്കോട്ടെ, അവാർഡുകൾ നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ. പക്ഷേ ഈ 6 അവാർഡൊക്കെ അല്ലേ ഉള്ളൂ. ഇത് അടുപ്പിച്ചൊന്നും കിട്ടിയല്ലോ, പല തവണയായിട്ട് കിട്ടിയതല്ലേ. ഇതെല്ലാം നിങ്ങൾ അവിടെ കൊണ്ടുവച്ചു. കുട്ടികളുള്ള വീടാണ്. ഓക്കെ, ഈ കുട്ടികൾ മേശപ്പുറത്ത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ കയറി വരുമ്പോൾ വെൽക്കം ഏരിയയിലുള്ള നിങ്ങളുടെ അവാർഡുകൾ അത് കുട്ടികളെടുത്ത് കളിക്കുന്നില്ലല്ലോ രേണു. അല്ലെങ്കിൽ അതെടുത്ത് കളിക്കുന്നുണ്ടോ? ഇത് കുട്ടികൾ അല്ലെങ്കിൽ മകൻ ഋതപ്പനെടുത്ത് കളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ സുധിച്ചേട്ടനെ എല്ലാം അടി തട്ടിയത്. ഓക്കെ, മനസ്സിലാക്കാം. നിങ്ങളുടെ എന്തുകൊണ്ടാണ് നിങ്ങൾക്കപ്പോൾ ആ ഒരു അവാർഡിനൊന്നും ഒരു വിലയില്ലേ? അതെടുത്ത് കുട്ടികൾ കളിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല എന്നാണോ? അവാർഡിനൊക്കെ വില കൊടുക്കുന്ന ഒരാളാണെങ്കിൽ സുധിച്ചേട്ടൻ്റെ മാത്രമല്ല, നിങ്ങളുടെ അവാർഡ് നിങ്ങൾ സേഫായിട്ട് അതേപോലെ വെച്ചേനെ. എന്നിട്ടൊരു ഷെൽഫൊക്കെ ആയതിന് ശേഷം മറ്റേ ജിപ്സം ആണി അടിച്ച് നശിപ്പിക്കാതെ സ്വന്തമായിട്ട്, കാശില്ല എന്നൊക്കെയാണ് പറയുന്നത്, കാശൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു അലമാരിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെയും സുധിച്ചേട്ടൻ്റെയും ഒന്നിച്ചെടുത്ത് വെച്ചാൽ പോരെ.
ഇത് നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഡെയിലി പോയിട്ട് വരുമ്പോൾ അവാർഡൊന്നും ഇല്ലല്ലോ, ഉണ്ടോ? ഇല്ല. ഇപ്പം അവാർഡൊക്കെ കിട്ടിയതിന് ശേഷം 1-2 ദിവസമൊക്കെ വീട്ടിൽ ഇരുന്ന് കാണില്ലേ? ആ സമയത്ത് നിങ്ങളുടെയും കൂടെ എടുത്ത് സുചേട്ടൻ്റെ കൂടെ വെക്കാറുന്നല്ലോ, ചെയ്തില്ലല്ലോ. പിന്നെ എന്തെങ്കിലുമൊക്കെ പുറത്ത് വരുമ്പോൾ അവത്തെ പിടിച്ച് മറ്റേ കളിച്ചിട്ടുണ്ടല്ലോ, വെളുപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുകയുള്ളൂ നിങ്ങൾ തന്നെ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, രേണുവിൻ്റെ നാക്ക് തന്നെയാണ് രേണുവിൻ്റെ പകുതി പ്രശ്നം ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾക്കുള്ളൊരു നെഗറ്റിവിറ്റി കൂടുതലും നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ്. ഒന്നെങ്കിലും നിങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇതൊന്നും ആരെന്ത് റിയാക്ട് ചെയ്താലും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ലെങ്കിൽ ഓക്കെ, നിങ്ങൾ പറയുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനിയും വന്ന് ഈ ഓൺലൈൻ മീഡിയയുടെ ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, ഈ നട്ടുമുട്ട് ന്യായങ്ങൾ പറയുമ്പോഴത്തേക്ക് ഒന്ന് നോക്കിയും കണ്ടും പറയുക. കുറച്ചും കൂടി ഒന്ന് കേൾക്കാം. അലമാരി ഇല്ല, ഒരു ചെറിയൊരു അലമാരി അല്ലാതെ വേറെ ഞങ്ങളുടെ വീട്ടിൽ അലമാരി ഇല്ല. അപ്പം അതിനകത്ത് വെക്കാൻ ഇടയില്ല. മോളി വെച്ച എല്ലാം കൂടെ കുഞ്ഞുങ്ങളുടെ തലയിൽ വല്ല വീഴും, നമ്മുടെ തലയിൽ വീഴും. അതുകൊണ്ട് ഞാനതൊരു ചാക്കിനകത്ത് കെട്ടി അടിയിൽ വെച്ചതേ ഉള്ളൂ. കിച്ചു വ്ളോഗ് എടുക്കാൻ വന്ന് നമ്മൾ അറിഞ്ഞില്ല. അല്ലെങ്കിൽ തന്നെ അത് തെറ്റായിട്ട് എനിക്ക് തോന്നി. ഞാൻ സൂക്ഷിച്ച് വെച്ചതാണ്. അപ്പം മൂത്ത മോൻ വന്ന് വ്ളോഗ് എടുത്തു. അപ്പം കുഞ്ഞൻ അതിൻ്റെ അടിയിൽ നിന്ന് അവാർഡ് എടുത്തു. ഇതാണ് നടന്നത്. ഇതിന്റെ പേരിൽ ഇത്ര വലിയ പ്രശ്നം നടക്കുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഇങ്ങനൊരു സംഭവമേ ഞാൻ അറിഞ്ഞില്ല. റൂമില്ല, കിച്ചനും റൂമില്ല, പിള്ളേർ സെറ്റ്, അവര് കുഞ്ഞു പിള്ളേർ, ചേച്ചിയുടെ മക്കളും അവിടെ വന്ന് കളിക്കുന്ന. രേണു, ഇത് ഇത്ര വലിയ പ്രശ്നമായിട്ടൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. എനിക്കല്ലെങ്കിൽ തോന്നുന്നില്ല ഇത് ഇത്ര വലിയ ഗംഭീര പ്രശ്നമാണെന്ന്. രേണു എന്തിനാണ് ഇത് ഓൺലൈൻ മീഡിയക്കാരുടെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇത് വലിയൊരു പ്രശ്നമാക്കി അങ്ങോട്ട് കാണിക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ വീഡിയോ കാണുന്ന ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ പറയും. അതിപ്പോൾ എന്ത് കണ്ടാലും, ഇപ്പം ഞാൻ ഈ രേണുവിനെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്ന കണ്ടാലും കാണുന്ന ജനങ്ങൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയത്തില്ലേ? അത്രേ ഉള്ളൂ. രേണുവിനെതിരെ അങ്ങനെ കാണാൻ പറ്റുന്നില്ലേ? എന്തോ വലിയൊരു സംഗതി എല്ലാവരും കൂടെ ആക്കി. ഒന്നുമില്ല. ഇതിപ്പോ ഈ കണ്ട കാര്യങ്ങൾ ഞങ്ങൾ എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്തു. നിങ്ങളുടെ കമൻറ്റ് ബോക്സിലും ആളുകൾ പറഞ്ഞു. ഓക്കെ, ഇത് അവിടെ കഴിഞ്ഞു. നിങ്ങളിത് വീണ്ടും ഒരു ചാനലിൽ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ മീഡിയക്കാർ ചോദിക്കുമ്പോൾ അവരുടെ ഫ്രണ്ടിൽ നിന്ന് ഇത് പറയുമ്പോഴാണ് ഇത് പിന്നെയും കയറി കത്തുന്നത്. നിങ്ങൾ എന്തിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പോകുന്നു? അതും അറ്റ്ലീസ്റ്റ് മാന്യമായിട്ട് നല്ലൊരു എക്സ്പ്ലനേഷൻ, ആൾക്കാർക്കൊക്കെ ഓക്കെ ഇതായിരുന്നു സംഗതി എന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുത്താൽ പിന്നെ ഉണ്ട് രേണു. പക്ഷെ രേണുവിൻ്റെ എക്സ്പ്ലനേഷനും രേണുവിന് തന്നെ തിരിച്ചടിയായിട്ട് മാറുക. എല്ലാ കേസിലും ഇങ്ങനെയാണ്. അത് മനസ്സിലാവുന്ന രേണു കൂടുതൽ പ്രശ്നങ്ങളിൽ പോയി ചാടാതിരിക്കുക. ഞാൻ അതേ പറയുള്ളൂ. നിങ്ങളെല്ലാവരും എന്നെ തെറി പറഞ്ഞാലും കുഴപ്പമില്ല. അവരൊരു സ്ത്രീയാണ്, അവർക്ക് ജീവിക്കണം, അവർ ജീവിക്കട്ടെ. ഞാൻ അതിനകത്തൊന്നും ഒരു കുറ്റവും പറയത്തില്ല. അവർക്ക് ഇഷ്ടമുള്ളപോലെ അവർ ജീവിക്കട്ടെ. പക്ഷേ സമൂഹത്തിന് മുമ്പിൽ ഈ ഓൺലൈൻ മീഡിയക്കാരുടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് പല കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെല്ലാവരും കാണും. കണ്ടിട്ട് മിണ്ടാതിരിക്കേണ്ട കാര്യം നമുക്ക് ആർക്കും ഇല്ല. എന്ത് കണ്ടാലും ഇവിടെ ആളുകൾ റിയാക്ട് ചെയ്യും. അത്രേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. ഇത് അറിയാവുന്ന രേണു മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വന്നൊരുമാതിരി ഞാനൊരു കാര്യം ഇപ്പം കാണിച്ചു തരട്ടെ. ഇതൊക്കെ എന്തിൻ്റെ ആവശ്യം? രേണു തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഇപ്പോൾ ഒരു സാധനം നിങ്ങളെ കാണിക്കാവേ. ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ അവർ കമൻ്റ് അടിക്കും. മനസ്സിലായില്ലേ? എല്ലാവരും നല്ല രീതിയിൽ തന്നെ പറയണമെന്നില്ല. ആൾക്കാർ ഇവിടെ മോശം കമൻറ്റുകൾ അടിക്കും. അല്ലെങ്കിൽ അത് രേണുവിന് സഹിക്കാൻ പറ്റില്ല. അത് കേൾക്കാതിരിക്കണമെങ്കിൽ രേണു ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നത്, ഇതിന് ഇപ്പോൾ ഒരു സാധനം കാണിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഇതൊക്കെ കോപ്രായമായിട്ട് തന്നെ എനിക്കും തോന്നുന്നത്. എന്നോട് ക്ഷമിക്കുക ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ. ഈ സാധനം നിങ്ങളൊന്ന് കണ്ടേ. സങ്കടം, അടുത്തോട്ട് വാടാ, അടുത്തോട്ട് വാ. ഹാസ്യം, പിന്നെ പോ ഹാസ്യം, ബീവത്സ്യം. അതെന്തൊരു മത്സ്യം ഇങ്ങനല്ലേ? ബീവത്സ്യം, ബീവത്സം, പോയേ. ശാന്തം. ഇത് ശാന്തമല്ല, ഇത് ശാന്തിയാ. ശാന്തി, ഓം ശാന്തി. രേണു തന്നെ പറ, എന്താ ഇതൊക്കെ? രേണു തന്നെ പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒക്കെ ഒന്നെടുത്ത് കാണണം. എന്താ ഇതൊക്കെ കണ്ടിട്ട് ഒന്നും ഞങ്ങളൊക്കെ എന്താ കണ്ണുപൊട്ടന്മാരാണോ? ഇനി നിങ്ങൾ പറയും നിങ്ങളുടെ വീഡിയോകളൊന്നും കാണാതിരിക്കാൻ. ഓക്കെ, നിങ്ങളുടെ വീഡിയോ ഞങ്ങളായിട്ട് പോയി തപ്പി കാണുന്നതല്ല. ഈ വീഡിയോ ഒക്കെ വരുന്ന ചാനലുകളുണ്ടല്ലോ, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന ചാനലുകളാണ്. ഇതിൻ്റെയൊക്കെ ഓണേഴ്സിനെ എനിക്കറിയാം. ഞാനൊക്കെ അവരുടെ ഫോളോവേഴ്സാണ്. നമുക്ക് വരും ഓട്ടോമാറ്റിക്കലി. നമ്മൾ കാണാതിരിക്കണോ? നമ്മൾ കണ്ണടച്ചിരിക്കണോ രേണുവിൻ്റെ ഇത് കാണുമ്പോൾ തന്നെ? വേണമെങ്കിൽ സ്ക്രോൾ ചെയ്ത് വിടാൻ രേണു. പക്ഷെ ഇത് കാണുമ്പോഴത്തേക്ക് ജസ്റ്റ് ഇതെന്താ ഈ സാധനം എന്ന് അറിയാനായിട്ട് ഇതെന്താ ഈ സ്ത്രീ കാണിക്കുന്നത് എന്ന് ആരാണെങ്കിലും നോക്കിപ്പോവും. മനസ്സിലായില്ലേ? അങ്ങനെ ഇതൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലായത് രേണുവിന് ഓൺലൈൻ മീഡിയക്കാരെ ആവശ്യമാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അതാണ്. രേണുവിന് ഓൺലൈൻ മീഡിയക്കാരെ ആവശ്യമാണ്. ഓൺലൈൻ മീഡിയക്കാരില്ലെങ്കിൽ രേണു എന്ന് പറയുന്ന വ്യക്തി ഇല്ല.
ഓക്കെ, അവരാണ് രേണുവിനെ ഇത്രയും ഫേമസ് ആക്കിയത്. രേണുവിൻ്റെ ഒരു നെഗറ്റിവിറ്റി, ഒരു സൈഡിൽ എന്ത് ചെയ്താലും കമൻറ്റ് ബോക്സിൽ വരുന്ന ഒരു നെഗറ്റീവ് സൈഡ്, അത് ഓൺലൈൻ മീഡിയക്കാരെടുത്ത് പോർട്രേറ്റ് ചെയ്ത് രേണുവിനോട് തന്നെ ചോദിക്കും. അപ്പോൾ അതിനകത്തുനിന്ന് അടുത്തൊരു പണി രേണു ഉണ്ടാക്കും, വീണ്ടും അത് വൈറലാവും. ഇതാണ് സത്യം പറഞ്ഞാൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ മീഡിയക്കാരെ വെറുപ്പിക്കാതെ അവരെന്ത് ചോദിച്ചാലും കണ്ടല്ലോ എന്തും രേണു അങ്ങ് ഇരുന്ന് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊക്കെ കാണുന്ന നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം. എന്താണ് രേണു ഇത്? നിങ്ങൾ നിർത്തുക ഈ പരിപാടിയൊക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പറ, ഇതൊക്കെ ഒരു കോക്കാമ്പീച്ചയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇതൊക്കെ എനിക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ തോന്നിയത്. ഞാൻ ഒരിക്കൽ പോലും രേണുവിൻ്റെ അഭിനയത്തെയോ ഒന്നും ഞാൻ ഇതുവരായിട്ടും കളിയാക്കാത്ത ഒരാളാണ്, ഞാനത് ചെയ്യത്തുമില്ല. പക്ഷെ ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ റിയാക്ട് ചെയ്യും. ഈ കമൻറ്റ് ബോക്സിൽ ചെന്ന് പല കാര്യങ്ങളും പറയുന്നത്, വൃത്തികേടുകൾ പറയുന്നവരെ ഞാൻ അധികം അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ മാന്യമായിട്ട് വിമർശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ പറയും, അവർ കാണുന്നതാണ്, അവർ ജീവിക്കുന്ന സമൂഹത്തിൽ അവർ യൂസ് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ വരുമ്പോൾ അത് കാണുമ്പോൾ അവർ റിയാക്ട് ചെയ്യും. മാന്യമായിട്ട് റിയാക്ട് ചെയ്യട്ടെ, അത് നടക്കുന്നുണ്ട്. അതിനെ നെഗറ്റീവ് ഓളുകളാണ്, അവരങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് രേണു കുറച്ച് കാര്യങ്ങൾ ഇതൊന്ന് കേട്ടോണേ. അടുത്ത കുറച്ച് ഒരു കുഞ്ഞു ക്ലിപ്പാ. സത്യത്തെ ഗൈസ് കമന്റ് ഇടുന്നവരോട് ശ്രദ്ധിക്കും. നിങ്ങൾ എന്നെ വിഷമിപ്പിക്കാനാണ് കമന്റ് ഇടുന്നതെങ്കിൽ, നെഗറ്റീവ് ഇടുന്നതെങ്കിൽ ഞാൻ അധികം സന്തോഷിക്കാറാണ്. എനിക്ക് ഭയങ്കര ഞാൻ ഉറക്കൊക്കെ വായിച്ച് ചിരിക്കും. എന്നാ പന്നത്തരമാണോ എഴുതി വെക്കുന്നത്? ഇന്ന് രാവിലെ മറ്റേ മുകുന്ദ ഒരു പാട്ടില്ലേ, ദശാവതാരം, അതിന്റെ പാട്ടൊക്കെ ഇട്ടിട്ട് മുകുന്ദ അതൊക്കെ ഇട്ടു. അതിന്റെ അടിയിലത്തെ കമന്റ് ദശാവതാരമല്ല എന്നോ അവരാധമാണ്. ഈ അവതാരമല്ല അപരാധം എന്നൊക്കെ പറയുന്നത് ചേച്ചി, അതൊക്കെ ഓരോരുത്തർക്ക് അത് കാണുമ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരത് പറയും. അതിനൊന്നും ഞാൻ കുറ്റം പറയാൻ നിൽക്കുന്നില്ല. പക്ഷേ ഈ വളരെ മോശമായിട്ടുള്ള തെറികളും വേറെ രീതിയിലുള്ള ഒരു അറിയാലോ, ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല, അങ്ങനെയുള്ളതിനൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ, പിന്നെ രേണുസുദ്ധി ചേച്ചിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര എനർജിയാണെന്ന് പറയുന്നത് ഇതെന്നും ഉണ്ടാവണം. ലാസ്റ്റ് കമന്റ് ഇടുന്നവരെ കുറ്റം പറയുകയും അവരങ്ങനെയാണ്, അവരിങ്ങനെയാണ്, അവർ നെഗറ്റീവ് ഓളുകളാണ്, ഇതൊന്നും പറയേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? കാരണം ഞങ്ങൾ സന്തോഷിക്കാനാണല്ലോ വരുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ചേച്ചി തന്നെ പറയുന്നുണ്ടല്ലോ. രേണു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓൺലൈൻ മീഡിയക്കാരുടെ ഫ്രണ്ടിൽ നിന്ന് എന്തും പറയാൻ പറ്റും, ഓക്കെ, അവർക്കും അത് കണ്ടന്റാ. പക്ഷേ അത് വെച്ചിട്ട് എപ്പോഴും അതുപോലാണെന്ന് നാട്ടുകാരെ അടിച്ചേൽപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല. അത് രേണുവിൻ്റെ ഇതൊക്കെയാണ് രേണുവിൻ്റെ കൈക്ക് പണി കിട്ടുന്നൊരു സാധനം. രേണുവിൻ്റെ കയ്യിൽ നിന്ന് തന്നെ രേണു ഓരോന്നിട്ടിട്ട് പിന്നെ പണി മേടിച്ച് എവിടെയെങ്കിലും നിന്ന് കരയുന്ന കാണുമ്പോഴത്തേക്ക് ആൾക്കാർ ചോദിക്കത്തില്ലേ, ഇതൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞത്. കമന്റ് ഇടുന്നവരൊക്കെ വരും, അയ്യേ ഞങ്ങളത് കമന്റ് കണ്ടു കഴിഞ്ഞാൽ ചിരിച്ച് ഉല്ലസിക്കുമെന്ന്. ഇങ്ങനെ ചിരിച്ചുല്ലസിക്കുന്ന ആൾ പിന്നെ എന്തിനാ പിന്നിടയ്ക്ക് കരയുന്നത്? ഇപ്പം അതുലിൻ്റെ കേസിൽ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാനതങ്ങ് പറഞ്ഞു പോവാം. അത് വേറൊന്നുമല്ല, രേണു തന്നെ പറയുന്നതാണ്. അതുലിൻ്റെ അന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോഴത്തേക്ക് പോലീസുകാർ അതുലെ എഴുതി കൊടുത്തതോ എന്തോ കാണിച്ചു, എന്നിട്ട് വിട്ടോളാൻ പറഞ്ഞു, അവൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. രേണുവിന് അത് ഭയങ്കര ഹേർട്ടായി, പുറത്തിറങ്ങിയിട്ട് കരച്ചിലും പിടിച്ചിലും. എന്തിന്? എന്നിട്ട് രേണു പറയുന്നുണ്ട് ഞാനാണ് പരാതിക്കാരി, എന്നെ മൈൻഡ് ചെയ്തില്ല. രേണു പരാതിക്കാരി, രേണു തന്നെയാണ് പരാതിക്കാരി. ഒരു പരാതി കൊടുത്തു, പോലീസുകാർ അന്വേഷിക്കും, അതിനകത്ത് യാതൊരു കഴമ്പും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേസെടുക്കത്തില്ല, പരാതിക്കാരി ഓടിക്കും. അത്രയാ പോലീസുകാർ ചെയ്ത് കാണത്തുള്ളൂ. കാരണം തെറ്റൊന്നുമില്ല. രേണു പറഞ്ഞ കണക്ക് മറ്റേ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അവഹേളിച്ച് ആക്ഷേപിച്ച് മോശമായി പറഞ്ഞ് അവൻ്റെ വീഡിയോയിലൊന്നും അങ്ങനെയൊന്നും കാണത്തില്ല പോലീസുകാരെ നോക്കിയപ്പം. പിന്നെന്തിനാ അവൻ്റെ പേര് കേസെടുക്കുന്നത്? ഇതൊക്കെയാണ് രേണുവിൻ്റെ കുഴപ്പം. രേണു പിന്നെ പ്രത്യേകിച്ച് വേറൊരു കാര്യം, രേണു വീഡിയോകളൊന്നും കാണുന്നില്ല. നമ്മൾ ആരും റിയാക്ട് ചെയ്യുന്ന ഒന്നും രേണു കാണുന്നില്ല. രേണുവിൻ്റെ കൂട്ടുകാരോ കുടുംബക്കാരോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ രേണു ഉടനെ അത് പൊക്കി പിടിച്ചോങ്ങോട്ട് ഇറങ്ങും. ആ പരിപാടി നിർത്തിയിട്ട് എന്താണ് ആളുകൾ പറയുന്നതെന്ന് കേൾക്കുക. റിയാക്ഷൻ ചാനൽസ് എൻ്റെ മാത്രമല്ല, ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നുണ്ടല്ലോ, അവരെന്താ പറയുന്നതെന്ന് കേൾക്കുക. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ രേണുവിന് ചിലപ്പോൾ അതിന് മറുപടി കാണത്തില്ല. അതുകൊണ്ട് ഈ ബബ്ബ അടിച്ച് കയ്യിൽ നിന്ന് പോകുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. രേണു തന്നെ രേണുവിൻ്റെ കുഴി പലപ്പോഴായിട്ട് തോണ്ടുന്നുണ്ട്. അല്ലാതെ വേറെ ആരും ഇവിടെ പ്രത്യേകിച്ച് രേണുവിനെ ഇല്ലാതാക്കാനൊന്നും ശ്രമിക്കേണ്ട രേണു. പിന്നെ നെഗറ്റീവ്, രേണു എന്ന് പറയുന്ന വ്യക്തി ഒരു കംപ്ലീറ്റ് നെഗറ്റിവിറ്റിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ നെഗറ്റിവിറ്റി ഇല്ലെങ്കിൽ രേണു ഇല്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ നെഗറ്റിവിറ്റി രേണു ഉണ്ടാക്കിക്കൊണ്ട് ആ ഒരു ഗ്ലോബ് ക്രിയേറ്റ് ചെയ്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ചിലപ്പോൾ ആയിരിക്കാം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അതില്ലെങ്കിൽ ഇവരില്ല. അതില്ലെങ്കിൽ ഇവർക്ക് ഷോർട്ട് ഫിലിമുകളില്ല, ഇവരുടെ ഷോർട്ട് ഫിലിമുകൾ ഓടില്ല. അല്ലേ? നിങ്ങൾ പറ. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.